പ്രോഡക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള കമ്പനിയുടെ പ്രത്യേകത. ഈ ലീഡർ ഡ്രിവൺ ആയിട്ടുള്ള ബിസിനസ്സിന് മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മോട്ടിവേഷനിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ആരുടെ മോട്ടിവേഷൻ? ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ. നമ്മുടെ JP സാറും സംസാരിക്കുന്ന കാര്യമില്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ പറക്കും. ശ്രദ്ധിച്ചിരുന്നില്ല, ഫയർഫോഴ്സ് ഒക്കെ വേണം. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ കത്തിപ്പോ. അത്രയ്ക്ക് മോട്ടിവേഷൻ ആയിരുന്നു. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാം? ഈ ലീഡർമാർ എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ പുറകിൽ കുറെ പേര് പോകും. ഈ കമ്പനിയിൽ അവരെ ആ മോട്ടിവേറ്റർ വന്ന് സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ കുറെ അണികളെ കാണാം. ഈ മുഖങ്ങൾ തന്നെ ഈ ലീഡർ വേറൊരു കമ്പനിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ട് പോകും. ഹലോ, ഇതെല്ലാം ഫാക്റ്റ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പോയി പെടാതിരിക്കുക. അതിന് വേണ്ട ഒരൊറ്റ കാര്യം എന്താ പറയുക? ഓടാൻ പഠിക്കണം. നമ്മളൊക്കെ വെറും മാൻകൂട്ടങ്ങളാണ്, സിംഹങ്ങളാ പുറത്തുള്ളത്. ഓടാൻ പഠിച്ചിട്ട് ഒരു തിന്നും തീർക്കും നമ്മളെ. അതുകൊണ്ട് എന്താ പഠിക്കേണ്ടത്? എന്താ പഠിക്കണ്ടേ? ഓടാൻ പഠിക്കണം. എന്തിനോടാൻ പഠിക്കണം? നമ്മളെ RCMലേക്ക് ചേർക്കാൻ എല്ലാവരും ഓടിപ്പോകാനല്ല പഠിക്കണ്ടേ, RCMൽ ഓടാൻ പഠിക്കണം. റെഡിയാണോ? അത് മതി, അത്ര മതി. ആര് വന്ന് നമ്മളെ മറ്റുള്ള കമ്പനികളിലേക്ക് മോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചോദിക്കേണ്ട ചോദ്യം, വാട്ട് ഈസ് യുവർ പ്രൊഡക്ട്സ്? ഇതാണ് റിയാലിറ്റി. ഇതേ ഉള്ളൂ റിയാലിറ്റി. വാട്ട് ഈസ് യുവർ പ്രൊഡക്ട്സ്? ഈ പ്രോഡക്ട്സ് ആണ് നമുക്ക് എന്ത് തരിക? എന്ത് തരിക? ഹലോ, എന്ത് തരിക? ക്യാഷ്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ ക്യാഷ് ആണ് നമുക്ക് എല്ലാം തരിക. നമുക്കൊരു കാർ വാങ്ങണമെങ്കിലും, നമുക്കൊരു വീട് വെക്കണമെങ്കിലും, നമ്മളൊരു ഫോറിൻ ടൂർ പോകണമെങ്കിലും, നമുക്കൊരു യാത്ര പോകണമെങ്കിലും നമുക്ക് എന്ത് വേണം? കാശ് വേണം. ആ കാശ് വരണമെങ്കിൽ അതിനകത്തെ പ്രോഡക്ട്സ് ജെന്യുവിൻ ആയിരിക്കണം. അതിനകത്തെ പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റിയതായിരിക്കണം. അതിനകത്ത് തരുന്ന പ്രോഡക്ട്സുകൾ റീസണബിൾ ആയിരിക്കണം, എസെൻഷ്യൽ ആയിരിക്കണം, നമുക്ക് ആവശ്യമുള്ളതായിരിക്കണം. ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ അടിച്ചേപ്പിച്ച് വെറും കാശ് മാത്രം കാണിച്ചാൽ ആ കാശ് വരില്ല. ദാറ്റ്സ് ഓൾ ഫാന്റസി. അതൊരു ഡ്രീം വേൾഡ് ആണ്. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രോഡക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ബിസിനസ്സിൽ എനിക്കോ JP സാറിനോ ഇതിനകത്ത് ഒരു പണിയില്ല. ഉണ്ടോ JP സാർ? നമുക്കൊരു പണിയില്ല. പ്രോഡക്റ്റ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു, അവരവരുടെ ഡിപ്പോയിലേക്ക് അയക്കുന്നു. വണ്ടർവേൾഡ് കിറ്റുകൾ മാക്സിമം ഔട്ട്ലെറ്റ് ആക്കിയ ആൾക്കാർ വാങ്ങി അവിടെ കൊണ്ട് വെക്കുന്നു. ചായപ്പൊടി ഇഷ്ടമുള്ള ആൾക്കാർ അവിടെ പോയി വാങ്ങുന്നു. ശശി സർ, വേറെന്താ നമുക്ക് പണി? നമുക്ക് ആക്ച്വലി ഒരു പണിയില്ല. ഇത് പാക്ക് ചെയ്യേണ്ട, ഇതിനെ ഡിസൈൻ ചെയ്യേണ്ട, ഇതിന് MRP എത്ര വേണം, ഇതിന്റെ PV എത്ര വേണം, അത് ആരാണ് വാങ്ങുന്നത് അയാൾക്ക് കിട്ടും. അയാളുടെ പേയ്മെന്റ് ആര് കൊടുക്കും? രാജേന്ദ്രൻ സാറാണ് കൊടുക്കുന്നത്. പാലക്കാടുള്ള പേയ്മെന്റ് ആരാ കൊടുക്കുക? ആര് കൊടുക്കുന്നു? ഇതിനകത്ത് എന്റെ പണി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രോഡക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള കമ്പനികളിൽ ലീഡർമാർക്കോ കമ്പനികൾക്കോ അല്ല പണി, ആ പ്രോഡക്റ്റിനാണ് പണി. അതുകൊണ്ട് തന്നെ RCMലുള്ള പ്രോഡക്റ്റുകൾക്ക് നമ്മൾ പറയും, RCMലെ പ്രോഡക്റ്റുകൾക്ക് എന്തുണ്ട്? ജീവനുണ്ട്. RCMലെ പ്രോഡക്റ്റുകൾക്ക് ജീവനുണ്ട്. മറ്റുള്ള കമ്പനികൾക്കും ലീഡർമാരുടെ മേലെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ RCM പ്രോഡക്റ്റിന്റെ മേലെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഡ്രിവൺ ബിസിനസ്സുകളിൽ ലീഡർമാർക്ക് പങ്കില്ല. നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ, അവയർനെസ്. എന്താണ് അവയർനെസ്? മറ്റുള്ളവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഈ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? പ്രമോട്ട്. കാണുന്നവരോടൊക്കെ പറയാം.